അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കുകയാണ്. ആ സൗഹൃദം വെറുതെയല്ല. പല ആയുധങ്ങൾ കൈമാറുന്നു, ഡ്രോണുകൾ കൈമാറുന്നു. ഇതെല്ലാം ലക്ഷ്യമിടുന്നത് രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഇന്ത്യയാണോ? വന്ന മീഡിയ റിപ്പോർട്ടുകളിലൊന്നും തുർക്കി എന്നുള്ള പേര് വന്നിട്ടില്ല. പക്ഷേ ഈ സൂചനകൾ തുർക്കിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ മീഡിയയിൽ വന്ന റിപ്പോർട്ടുകൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ ടെക്നോളജി, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതിൻ്റെ ടെക്നോളജി പാകിസ്ഥാന് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന ഒരു യൂറോപ്യൻ രാജ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് സൗഹൃദമുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തുർക്കി ഒരു മോഡേൺ സിവിലൈസ്ഡ് കൺട്രി, യൂറോപ്യൻ കൺട്രി എന്നുള്ള രീതിയിൽ തുർക്കിയുമായിട്ട് ഇന്ത്യ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ഇടപാടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് വിമാനത്തിൻ്റെയും മിസൈലുകളുടെയും പാർട്ടായാലും ഡ്രോൺസ് ആയാലും പിന്നെ എയർപോർട്ട് സർവീസുകളായാലും ഒക്കെ ഇന്ത്യയുടെ ബിസിനസ് രംഗത്ത് വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു രാജ്യമായിരുന്നു തുർക്കി. എങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ആ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തിന് തൊട്ട് മുമ്പ് പാകിസ്ഥാനെ തുർക്കി കാര്യമായിട്ട് സഹായിച്ചു എന്ന് ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം തുർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുകയും തുർക്കിയെ നമ്മൾ ഒരു അനഭിമത രാജ്യമായിട്ട് തന്നെ നമ്മൾ വിദേശ രംഗത്ത് കണക്കാക്കി വരികയും ചെയ്യുന്നു. പാകിസ്ഥാനെ പോലെ തന്നെ മറ്റൊരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബി ടീമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അവരെ ഒരു പ്രൊമോട്ടറായിട്ട് നമ്മൾ തുർക്കിയെ കാണുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ വേറെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് സ്വന്തമായിട്ട് നല്ല വിമാനങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല. ഇന്ത്യയോടുള്ള തേജസ്സിനോട് കിടപിടിക്കുന്ന വിമാനങ്ങൾ പോലും ആകെ ഉള്ളത് അമേരിക്ക കൊടുത്തേക്കുന്ന F-16 മാത്രമാണ് അവരുടെ കയ്യിലുള്ള നല്ല ആയുധങ്ങൾ എന്ന് പറയുന്നത്. അതും വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. F-16 കാലാവധിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനകത്ത് പോലും അവർക്ക് ആവശ്യത്തിന് സ്പെയർസോ അല്ലെങ്കിൽ പരിശീലനമോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള നല്ല വിമാനങ്ങളില്ല. പിന്നെ കിട്ടിയ പാട്ട വിമാനങ്ങൾ ചൈനയിൽ നിന്നാണ്. അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അവർക്ക് ആയുധങ്ങളില്ല. പിന്നെ നല്ല മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചതുപോലെ അഗ്നിയോ അല്ലെങ്കിൽ പൃഥ്വിയോ അങ്ങനെയുള്ള ആ ക്ലാസ് മിസൈലുകളൊന്നും അവർക്കില്ല. നല്ല അന്തർവാഹിനികളാണെങ്കിൽ അതുപോലും അവരിലില്ല. ന്യൂക്ലിയർ ഫെസിലിറ്റി തന്നെ അവർക്കുണ്ടെന്ന് പറയപ്പെടുന്നതെല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിലും കൈവശത്തിലുമാണെന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സൂചനകൾ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ ഒന്നുമില്ലാത്ത ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ പോലുള്ള ഒരു ശക്തിയുമായിട്ട് പോരടിച്ച് നിൽക്കണമെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും വേണം. പണ്ട് നമ്മളൊരു കളിയാക്കി പറയുന്ന പോലെ അപ്പുറത്തെ വീട്ടിൽ ബോംബ് പൊട്ടിക്കുമ്പോൾ നമുക്ക് മടലെങ്കിലും അടിക്കണ്ടേ എന്നുള്ള രീതിയിൽ പാകിസ്ഥാന് എന്തെങ്കിലും വേണ്ടേ എന്നുള്ള രീതിയിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് അവർക്ക് ഈസി ആയിട്ട് അത് അവരുടെ ഏറ്റവും സൗഹൃദ രാജ്യമായ തുർക്കിയിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നത് ഡ്രോൺ ടെക്നോളജിയാണ്. അപ്പോൾ ഡ്രോൺ അവിടെ അസംബിൾ ചെയ്യാനും അവിടെ നിർമ്മിക്കാനും അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും തുർക്കി തയ്യാറായിട്ട് വരികയാണ്. കാര്യം അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഖിലാഫത്താണ് അവർക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു മതവികാരം ഇളക്കി വിട്ട് തുർക്കിയിൽ നിന്നും പരമാവധി സഹായങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരത്തിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനും തുർക്കിയുമായിട്ട് അടുക്കുന്നതല്ല, അവരുമായിട്ട് അടുത്തു കഴിഞ്ഞു. തുർക്കിയെ നമ്മൾ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു സ്വാഭാവികമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും എന്നുള്ള കാര്യവും നമുക്കറിയാം. ഇനി ഈ മാധ്യമങ്ങൾ, സെക്യുലർ ആയിട്ടുള്ള മാധ്യമങ്ങൾ എത്ര പൊതിഞ്ഞായാലും യൂറോപ്യൻ രാജ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്ന യൂറോപ്യൻ രാജ്യം ടെക്നോളജി ട്രാൻസ്ഫർ ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അത് തുർക്കി എന്നുള്ള രാജ്യമല്ലാതെ വേറൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ തുർക്കി ഇന്ത്യ പാകിസ്ഥാൻ പൊളിറ്റിക്സിനകത്ത് തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം ഇടപെടുന്നത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തലിലും അവർക്ക് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നതെല്ലാം തുർക്കിയാണ്. അപ്പം തുർക്കി ഒരു ഇസ്ലാമിക പൊളിറ്റിക്സിൽ, വേൾഡ് ഇസ്ലാമിക പൊളിറ്റിക്സിൽ ഒരു പ്രധാനപ്പെട്ട റോളിലോട്ട് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, അത് പ്രോ പാകിസ്ഥാൻ ആണെന്നും, അതായത് തുർക്കി, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് വളരെ ശക്തപ്പെട്ട് വരുന്നതായിട്ടും അതിനകത്തോട്ടാണ് അവർ
സൗദി അറേബ്യ ഈ തുർക്കി എന്താണ് ഈ മത ചിന്താഗതിയിലാണോ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്, തീർച്ചയായിട്ടും. അല്ലാതെ അതോ ഇന്ത്യക്കെതിരെ മറ്റെന്തെങ്കിലും പ്രതിസന്ധി? ഇന്ത്യക്കെതിരെ തുർക്കിക്ക് വേറെ വിരോധം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാകിസ്ഥാൻ ഉണ്ടാക്കി വരുന്ന ഒരു ആക്സിസ് ആണ്. പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, പിന്നെ അവർ ഈ ജോയിന്റിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഒരു കരാറൊക്കെ ഒപ്പിട്ടെന്ന് പറയുന്നത് ആ കരാർ ഇതുവരെ പരസ്യമാക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, സൗദിയും തയ്യാറായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിശൂന്യതയൊന്നും സൗദി അറേബ്യക്ക് ഉണ്ടാവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ കരാർ പുറത്താക്കാത്തതിൻ്റെ കാരണം തന്നെ അത് തന്നെയാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല എന്നും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അതിനെ പറ്റിയിട്ട് ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും, പാകിസ്ഥാനും സൗദിയുമായിട്ട് ഉണ്ടാക്കിയ കരാറിനെ പറ്റിയിട്ട് ഇന്ത്യ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്താത്തതിന്റെ കാര്യം അതാണ്. പക്ഷെ അവിടുത്തെ പ്രതിരോധ മന്ത്രി നിരന്തരം പറയുകയാണ് ഞങ്ങൾ അതൊരു പാക്ക് ഓഫ് ജോക്കേഴ്സ് ആണ്. അവിടുത്തെ പ്രതിരോധമായാലും ആഭ്യന്തരമായാലും വിദേശകാര്യമായാലും എല്ലാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു ജോക്കർ കൂടെ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ഡിഫൻസ് ഫോഴ്സസ്, CDF. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിനൊക്കെ മറുപടി പറഞ്ഞാൽ നമ്മുടെ നിലവാരം താഴ്ന്നു എന്നുള്ളത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്കൊക്കെ എന്തും പറയാം. ഒരു നില വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും പറയാം. അപ്പം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഒക്കെ എന്തും പറയാം. അതിനൊന്നും നമ്മളൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. അതിന് ലോകത്തിലുള്ള ആൾക്കാർ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ അവർ ഞങ്ങൾ 2 സൈഡിൽ നിന്നുള്ള യുദ്ധത്തിന് തയ്യാറാണെന്ന് ഡിഫൻസ് മിനിസ്റ്റർ എന്നല്ല പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയായിട്ട് ഒരുമിച്ച്. അപ്പോൾ ഈ ബന്ധം, തുർക്കിയുമായുള്ള ബന്ധം, അപ്പോൾ ഇന്ത്യ തുർക്കി ബന്ധം അനുദിനം വഷളാകുമോ? ഇല്ല, ഇന്ത്യ തുർക്കിയുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം ഉണ്ടെന്നല്ലാതെ അതിൽ കവിഞ്ഞിട്ട് ഒരു സൗഹൃദ രാഷ്ട്രമായിട്ട് ഇന്ത്യ തുർക്കിയെ കാണുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറോട് അവസാനിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ നമ്മുടെ ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തുർക്കി പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ചെമ്പ് തെളിഞ്ഞ് അവരാരുടെ കൂടെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തുർക്കിയുമായിട്ട് ഇന്ത്യ വളരെ സൂക്ഷിച്ചേ നമ്മൾ ഇടപെടുന്നുള്ളൂ. തുർക്കി സ്ഥാപനങ്ങളുമായിട്ടും തുർക്കിയിലെ പൗരന്മാരുമായിട്ടും തുർക്കിയിലെ ബിസിനസ്സുകാരുമായിട്ടും ഒക്കെ ഇന്ത്യ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഡിപ്ലോമാറ്റിക് ടേംസിൽ പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് പറയും, അനഭിമതനായ വ്യക്തി എന്ന് പറയും. അതുപോലെ അല്ല, ഇത് തുർക്കി നമുക്ക് അനഭിമതമായ ഒരു രാഷ്ട്രമാണ്. അല്ല, അത് ഇന്ത്യ കൃത്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ നരേന്ദ്രമോദി തുർക്കിയുടെ സമീപ രാജ്യങ്ങളിൽ പോയി അവിടെ സന്ദർശനം നടത്തുന്നത്, അവർക്ക് സഹായങ്ങൾ നൽകാമെന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും തുർക്കിയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് എതിരായിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ വളരെ ഔദാര്യത്തോടെ നമ്മൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കാര്യം അവർ ഏത് പൊളിറ്റിക്സിലാണോ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കാൻ ഇന്ത്യ തീർച്ചയായിട്ടും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ഞാൻ അത് വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതിന്റെ പ്രധാന പ്രശ്നം മതമാണോ? മതം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതം ഒരു പ്രശ്നമല്ല. കാര്യം തുർക്കിയിലെ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോഴത്തേക്ക് ആദ്യം സൈനിക സഹായങ്ങളും സൈനിക വിമാനത്തിലെ സഹായങ്ങളുമായിട്ട് ആദ്യം എത്തിയത് ഇന്ത്യയായിരുന്നു. അപ്പം അതാണ് ഇന്ത്യക്ക് തുർക്കിയുമായി പ്രശ്നമില്ല, പിന്നെ എന്തുകൊണ്ടാണ് തുർക്കിക്ക്? അതാ പറഞ്ഞത്, അതുവരെ തുർക്കിയെ ഒരു എന്താ പറയുന്ന ഒരു സിവിലൈസ്ഡ് പോളിഷ്ഡ് യൂറോപ്യൻ കൺട്രി ആയിട്ടാണ് ഇന്ത്യ കണ്ടിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയുടെ ഇടപെടലിൽ നിന്ന് അവരുടെ ആ ആട്ടിൻതോലിട്ട ചെന്നായാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ആട്ടിൻതോല് പൊളിഞ്ഞു പോയി. അതുകൊണ്ട് ഇനി നമ്മൾ എന്നും അത് ചെന്നായായിട്ട് തന്നെ കണക്കാക്കും എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നുന്നത്. അല്ല, അതാണ് വീണ്ടും ഞാൻ ചോദിച്ചു, തുർക്കിക്ക് എന്താണ് പ്രശ്നം ഇന്ത്യയുമായി? തുർക്കിക്കല്ല പ്രശ്നം, ഈ മതപരമായിട്ട്. കാര്യം നമ്മൾ പാരമ്പര്യമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഖലീഫ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അവർ ലോകത്തുള്ള മൊത്തം ഇസ്ലാമിക വിശ്വാസികളുടെ ആത്മീയ നേതാവാകാനാണ് ഉർദുഗാൻ ശ്രമിക്കുന്നത്. ഖലീഫ ഭരണവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അതാണ് തുർക്കിയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്. സൗദി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. വിശുദ്ധമായ നഗരങ്ങളുടെ അധിപൻ എന്നുള്ള രീതിയിൽ തുർക്കിക്ക് ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് സൗദി നിൽക്കുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്നുള്ളത് അവരുടെ ഒരു ദുര്യോഗമായി പോയി എന്ന് വേണം പറയാം. അപ്പോൾ ഒരേ സമയത്ത് തുർക്കിയായിട്ടും സൗദി അറേബ്യയുമായിട്ട് ചില ബന്ധങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയെങ്കിൽ അത് പാകിസ്ഥാന്റെ മതപരമായിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം.